Hello, welcome back to Learnino. So, Junior Instructor Technician Consumer Electronics എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷൻ ആണ് ഒന്ന് രണ്ട് വീഡിയോസിലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. അതായത് നേരത്തെ നടന്ന പരീക്ഷയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, and the first storage location of stack operation in 8051 microcontroller is stack operation 8051 microcontroller first storage location എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 8051 microcontroller സ്റ്റാക്ക് പോയിന്റർ ഇനിഷ്യലൈസ് ചെയ്യുന്നത് 07H ലാണ് റീസെറ്റ് കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു പുഷ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റോർ ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ അത് ഫസ്റ്റ് ഒന്ന് ഇൻക്രിമെന്റ് ആവും, വിച്ച് മീൻസ് അതായത് ഫസ്റ്റ് സ്റ്റോറേജ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 08H ലായിരിക്കും. അത് പലർക്കും കൺഫ്യൂഷൻ വരുന്നതാണ് 07H ആണോ 08H ആണോ എന്നുള്ളത്. അപ്പോൾ ഇനിഷ്യലൈസ് ആവുന്നത് 07H ലാണെങ്കിലും ഫസ്റ്റ് സ്റ്റോറേജ് ലൊക്കേഷൻ വരുന്നത് 08H ആണ് വരുന്നത്. സോ ഓപ്ഷൻ ഡി is the correct answer. Next one, the one and only register inside the CPU holds 16-bit address of the instruction is DPTR, program counter, stack pointer and instruction decoder. It is program counter, option B. Next one, after the execution of the instruction move A to 0H. എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് question. Accumulator content is a content of the memory location. Then accumulator content is 20H. Content of the accumulator moves to the memory location 20H. The stack pointer points to the memory location 20H. അതായത് move A to 0H എന്ന് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി എന്താണ്? ഇന്റേണൽ റാം മെമ്മറി ലൊക്കേഷൻ 20H ലുള്ള കണ്ടന്റ് ആണ് ഏതിലേക്ക് പോകുന്നത്? അക്യുമുലേറ്ററിലേക്ക് പോകുന്നത്. അല്ലാതെ ആ 20H എന്ന് പറയുന്ന വാല്യൂ അല്ല മൂവ് ചെയ്യുന്നത്. അതിലുള്ള അതിന്റെ അകത്തുള്ള ആ ഇന്റേണൽ റാം മെമ്മറി ലൊക്കേഷനിലുള്ള കണ്ടന്റ് ആണ്, വിച്ച് മീൻസ് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക? അക്യുമുലേറ്റർ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടന്റ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ 20H. ഓപ്ഷൻ എ is the correct answer. Next one, move A, at R0 is ഇത് ഏത് അഡ്രസ്സിംഗ് മോഡ് ആണെന്നുള്ളതാണ്. രജിസ്റ്റർ അഡ്രസ്സിംഗ്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് addressing and immediate addressing. It is register indirect addressing, option C. Next one, whenever there is a temperature gradient in a conductive material, an EMF will induce and the gradient of voltage is proportional to the gradient in temperature. This is known as stroboscopic effect, Seebeck effect, Hall effect and Esaki effect. It is option B, Seebeck effect. Next, the working of OFC, optical fiber cable, is based on the principle of നമുക്ക് അറിയാവുന്നതാണ് total internal reflection, option A. Next, which value of BCD input activates all segments of the 7-segment decoder IC 7447? അപ്പോൾ ഏത് വാല്യൂ ആണെന്നുള്ളതാണ്. BCD ഇൻപുട്ട് വാല്യൂ ഓഫ് 8 ആണ് വരുന്നത്. ബൈനറിയിൽ നോക്കുമ്പോൾ 1000 എന്നുള്ളത് വരും. അതാണ് എല്ലാ സെഗ്മെന്റ്സിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി is the correct answer. നെക്സ്റ്റ് വൺ, the wavelength of 2 GHz wave. 2 GHz വേവിന്റെ വേവ് ലെങ്ത് എത്രയാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് lambda is equal to C/F എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നത് 2 GHz ആണ്. അപ്പൊ GHz എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് യൂണിറ്റ് കൊടുക്കുക. Then C യുടെ വാല്യൂ 3 × 10⁸ meter per second അത് നമുക്കറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get 15 centimeter. Option A is the correct answer. Next one, the crosstalk due to electromagnetic interference can be eliminated by options നോക്കാം. Placing a high value inductor in series with the transmission line, using capacitance network in parallel with the transmission line, twisting the copper wire, a stub of appropriate length is placed at some distance from the load. ക്രോസ്ടോക്ക് അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് കൊണ്ടുള്ള ക്രോസ്ടോക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നത് കോപ്പർ വയർ ട്വിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഓപ്ഷൻ സി. നെക്സ്റ്റ്, the insulation thickness in conductor of a cable depend on power handling ability of cable, applied voltage, current carrying capability of cable and the length of the cable wire. Normally insulation thickness എന്ന് പറയുന്നത് voltage rating, current, type of insulation material, frequency of operation ഇതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ ഫ്രം ദ ഓപ്ഷൻസ് option B is the correct answer, applied voltage. Next one, in multi-digit 7-segment display, the ripple blank input and ripple blank output are used for. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിപ്പിൾ ബ്ലാങ്ക് ഇൻപുട്ട് അതേപോലെ തന്നെ റിപ്പിൾ ബ്ലാങ്ക് ഔട്ട്പുട്ട് എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ്, ഡൈനാമിക് ഡിസ്പ്ലേ ഇൻ ഓർഡർ ടു സേവ് പവർ ആൻഡ് ടു ഇൻക്രീസ് ദ ലൈഫ് ഓഫ് ദ ഡിസ്പ്ലേ, ബ്ലാങ്ക് ഔട്ട് all the zeros and make it look more
intelligent, cascading the display, otherwise display not work synchronously, blank out the leading zeros and make it look more intelligent. അപ്പൊ ഇതില് എയും സിയും ഒന്നും അല്ല, ബി ആണോ ഡി ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ സി ഹിയർ ഇവിടെ ഇപ്പൊ നമ്മള് 0 0 0 1 2 3 എന്നുള്ളതാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ അതിന് പകരം ഈ ലീഡിങ് സീറോസിന്, അതായത് 0 0 0 എന്നുള്ളതിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് 1 2 3 എന്ന് പറയുന്നത് മാത്രം ഡിസ്പ്ലേ ചെയ്യും. അതാണ് ലീഡിങ് സീറോസിനെ ബ്ലാങ്ക് ഔട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ ആ ഒരു ഡിസ്പ്ലേ ഇന്റലിജന്റ് ആക്കുക എന്നുള്ളതാണ് ഈ റിപ്പിൾ ബ്ലാങ്ക് ഇൻപുട്ട് ആൻഡ് റിപ്പിൾ ബ്ലാങ്ക് ഔട്ട്പുട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇപ്പൊ ബ്ലാങ്കിങ് ഔട്ട് ഓൾ ദി സീറോസ് അല്ല, എല്ലാ സീറോസും അല്ല ചെയ്യുന്നത്, ലീഡിങ് സീറോസിനെ മാത്രമാണ് അവിടെ അത് ബ്ലാങ്ക് ഔട്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. Next one, which of the following is not true in case of a DSO? The waveforms are stored in memory to enable them to be processed as needed. The accuracy of DSO is higher than that of the analog scopes. It is possible to program the DSO to high level of functionality. It has low input impedance which enables a conversion of ADC faster. ഇതിലെ not true ഏതാണെന്നാണ്. Which of the following is not true? It has low input impedance which enable the conversion of ADC faster എന്നുള്ളതാണ് ഇതിലെ false ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി. Next, the unit of modulation index. Modulation index ന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല, യൂണിറ്റ്ലെസ് ആണ്. Option A is the correct answer. Next, manganese is the alloy of. Manganese എന്ന് പറയുന്നത് it is the alloy of copper, manganese and nickel. It is the correct answer. Next one, which type of transducer is generally used in electric weighing machine? Electric weighing machine ൽ യൂസ് ചെയ്യുന്ന transducer. Options inductive, capacitive, resistive, all of the above. So electric weighing machine ൽ നമ്മൾ strain gauge loads ആണ് യൂസ് ചെയ്യുന്നത്, which means it is resistive transducer. Option C. Next, what will be the output when one of the Zener diode short in the Zener diode P clipper? Zener diode P clipper ൽ ഏതെങ്കിലും ഒരു Zener diode short ആയി കഴിഞ്ഞാൽ options only one half cycle in the output which resembles half wave rectifier. No output due to short circuit Zener diode. The output is only the peak portion of one half cycle. Then the output is the peak clipped half wave output. Peak clipped half wave output ആയിട്ടായിരിക്കും വരുന്നത്. ഓപ്ഷൻ ഡി. Next, at room temperature silicon crystal actors. Conductor, insulator, semiconductor, superconductor. ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. അതായത് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് സിലിക്കൺ ക്രിസ്റ്റൽ, ഇപ്പോൾ സിലിക്കൺ ക്രിസ്റ്റൽ ആസ് ഇറ്റ് ഈസ് എന്താണ് ഒരു അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്യുവർ ഫോമിൽ ശരിക്കും പറഞ്ഞാൽ അത് ഇൻസുലേറ്റർ ആണ്. പക്ഷെ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് എന്താണ് അതില് ഒരു സെമി കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് അതിന് സാധിക്കും എന്നുള്ളതാണ്. ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് ഈസ് ഫാസ്റ്റസ്റ്റ്? ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. BJT, IGBT, MOSFET and SCR, and the correct answer is MOSFET. Next one, which of the following is not true in banding? Options: compressing the signal before input to an analog to digital converter, expanding the signal after a digital to analog converter, it increases the signal to noise ratio at reduced bit rate, higher SNR can be achieved by uniform quantization rather than non-uniform. So higher SNR can be achieved by uniform quantization rather than non-uniform എന്നുള്ളത് correct അല്ല. So option D. Next, what is the effective bandwidth of a two-stage cascaded amplifier each having a bandwidth of 1 megahertz? Important ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ടു സ്റ്റേജ് കാസ്കേഡ് ആംപ്ലിഫയറിൽ ഓരോന്നിനും 1 മെഗാഹെർട്സ് ആണ് ബാൻഡ്വിഡ്ത്ത്. അപ്പൊ എഫക്റ്റീവ് ബാൻഡ്വിഡ്ത്ത് എന്താണ്? അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്തോളൂ. ഓവറോൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബാൻഡ്വിഡ്ത്ത് n എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. ബാൻഡ്വിഡ്ത്തിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 2⁻n−1 ആണ് വരുന്നത്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജ്. അപ്പൊ ഇവിടെ 2 എണ്ണമാണുള്ളത്. ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് 1 തന്നിട്ടുണ്ട്. ഓക്കെ, സോ സ്ക്വയർ റൂട്ട് ഓഫ് 2⁻1/2 എന്ന് പറയുന്നത് 0.5 - 1. ഓക്കെ, ഇതിന് മൊത്തത്തിലാണ് കേട്ടോ. ഈ വാല്യൂ കണ്ടുപിടിച്ചിട്ട് സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ അപ്രോക്സിമേറ്റ്ലി വാല്യൂ ഇപ്പൊ നമ്മൾ 1 അല്ലേ ഇവിടെ കൊടുത്തത്, മെഗാഹെർട്സ് 1 മെഗാഹെർട്സ്. അപ്പൊ 0.643 മെഗാഹെർട്സ് എന്ന് കിട്ടും. പക്ഷെ നമുക്ക് ഓപ്ഷനിലൊക്കെ കിലോ ഹെർട്സിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ 0.643 മെഗാഹെർട്സ് എന്ന് പറഞ്ഞാൽ എത്ര കിലോ ഹെർട്സ് ആയിരിക്കും? 640 കിലോ ഹെർട്സ്. എന്നാലും നമുക്ക് ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മാക്സിമം അലൗബിൾ ട്രാക്കിംഗ് എറർ ഫ്രീക്വൻസി ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? +or -1 kilohertz, then +or-2 kilohertz, +or-3 kilohertz, +or-5 kilohertz. Option C is the correct answer. Next, the 78XS series regulator ICs are commonly found in the through-hole package of ഏതിലാണ്? T092, 220, 18, 206A. അപ്പൊ ഇതിൽ 220 നമ്മൾ വരുന്നത്. ഓപ്ഷൻ ബി.
Okay, next one, the decimal number 16. 16 is equivalent to the hexadecimal. Hexadecimal എങ്ങനെയായിരിക്കും വരിക? Hexadecimal 10H എന്നാണ് നമ്മൾ hexadecimal വരിക, corresponding to decimal value 16. Next one, PWM can be generated by pulse width modulation. നമുക്ക് എങ്ങനെ generate ചെയ്യാം? A stable multivibrator, bistable multivibrator, monostable multivibrator and Schmitt trigger. So it is PWM can be generated by monostable multivibrator, option C. Next, during the counting because of noise spikes, the counter may goes to some unused state and the subsequent clock pulses may cause the counter to move from one unused state to another unused state. ഒരു unused state ൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നതിനെ നമ്മൾ ലോക്കൗട്ട് എന്നാണ് പറയുന്നത്. Okay. And the last question, which color LEDs has the highest forward voltage drop? Highest voltage drop, forward voltage drop വരുന്നത് white color LED ലാണ്. So from the options, option D is the correct answer. So നമ്മൾ 50 questions complete ചെയ്തു. ബാക്കിയുള്ള questions അടുത്ത വീഡിയോയിൽ നോക്കാം. Thank you.